ഇന്റെ പൊന്നാര മോളെ എന്തോ ഒരു തങ്കപ്പെട്ട സ്വഭാവമെന്നറിയാം എൻ്റെ രണ്ടാമത്തെ മരിയോൾക്ക്. ഇന്നെ ഉമ്മാന്ന് വിളിക്കുമ്പോത്തിന് എന്തോ ഒരു സ്നേഹാന്നറിയാം. നല്ല സ്വഭാവമാണ്. ഇന്റെ മൂത്ത മരിയോളെ മാരിക്കൊന്നല്ല. ഓ ഇന്റെ പൊന്നോ, ഇന്റെ മൂത്ത മരിയോളെ ഒരു കാട്ടിൽ കണ്ടു പിരാന്ത് പിടിച്ചു. കണ്ണിന്റെ നേരെ കണ്ടുകൂടാ. അതിന് എന്തൊരു വെറുപ്പാന്നറിയോ. അതെങ്ങനെ രണ്ടാമത്തെ മരിയോളെ കണ്ടിട്ടേ മൂത്ത മരിയോൾക്കേ ഭയങ്കര അസൂയാണ്. അതെന്താന്നറിയോ, മൂത്ത മരിയോളെ കാട്ടിയേ രണ്ടാമത്തെ മരിയോൾ കുറച്ചേ പണ്ടം കൊണ്ടാണ് വന്നിക്കണത്. പിന്നെ ഓളെ പോലെയല്ല, ഇവള് നല്ല സ്വഭാവമാണ്, ഇന്നെ നല്ലോ സ്നേഹിക്കണുണ്ട്. അപ്പൊ മൂത്ത മരിയോൾക്ക് അത് കണ്ണു പിടിക്കൂല. ഇക്കിന്റെ മൂത്തവനും ഓളെ കെട്ടിക്കൊടുന്ന അന്ന് മുതൽക്കേ ഓളെ കണ്ണിന്റെ നേരെ കണ്ടുകൂടാ. ഞാൻ പറഞ്ഞത് കേൾക്കൊന്നുമില്ല. ഓളെ അപ്പുറത്ത് എവിടെയായിട്ട് അടിച്ചു വരികയാണ്. ഇനിയിപ്പോൾ കേട്ടാക്ക് ഇവിടെ എന്താ ഇക്കാവാകെ പ്രശ്നമൊന്നുമില്ല. അതൊന്നും ഇൻ്റെ തടിമ കേൾക്കൂല. ഓളെ വാളും കൊണ്ട് ഇൻ്റെ അടുത്ത് കൊണ്ട് വരട്ടെ. ഓൾക്കിന്നെ നല്ല അറിയണതാണ്. നല്ല ആട്ടിയോണ്ട് വിടും ഞാൻ ഓളെ. എടി അതിന് പണിയെടുക്കാനൊന്നും അറിയില്ലടി. ഞാൻ പറച്ചിലാണ്. ഇച്ച് പണിയൊന്നും എടുക്കണ്ട. എൻ്റെ മൂത്ത മരിയോളുണ്ടല്ലോ, എൻ്റെ രണ്ടാമത്തെ മരിയോള് നല്ല പഠിപ്പുണ്ട്. അത്യാവശ്യം ഉള്ളോടത്തു നിന്നാണ് വന്നിക്കണത്. എനിക്ക് കേൾക്കണ ഇമ്മ ഇക്കത് വേണമെന്ന് അറിയുമ്പോഴത്തേന് ഇമ്മ ഇവിടെ പെരയിൽ കൊടുന്നു കൊടുക്കണ്. ആടി ഞാനൊരു ദിവസം അത്ഭുതപ്പെട്ടു പോയി. എന്തോ ഒരു ഡ്രസ്സ് എന്തോ തോന്നണേ. അപ്പോൾ ഓള് പറഞ്ഞ് ഇമ്മ ഇക്കെന്തോ ഫോണിൽ എന്തോ കണ്ടിട്ടാ തോന്നണ്. ഇമ്മ എനിക്ക് ആ ഡ്രസ്സ് ഒന്ന് എടുത്തു തരും നിങ്ങൾ എന്ന് ചോദിച്ചപ്പോതിന് വൈകുന്നേരമായപ്പോതിന് ഇമ്മ ഇവിടെ കൊടുന്നു കൊടുത്തടി. ഒരത്ഭുതം നോക്കിച്ച് ഞാൻ തന്നെ കണ്ണു മീച്ചു പോയി മോളെ. അത് കണ്ടിട്ട് ഇക്കന്നെ ഒരു അത്ഭുതം. അതൊക്കെ കാണുമ്പോഴേ മൂത്തോൾക്കൊരു അസൂയാണ്. പിന്നെ ഓരോ ഡ്രസ്സ് കൊണ്ടുവരുമ്പോഴേ ഇക്കൊരു മാക്സിയും കൊടുന്നടി. എന്തോ രസമുള്ള മാക്സിയാന്നറിയോ. അത് കണ്ടിട്ട് മൂത്ത മരുവോള് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മാക്സി കൊടുന്ന്. എന്തിന് കൈക്കൽ തുണിക്ക് കൂട്ടാ അങ്ങനത്തെ മാക്സി. അത് 10-100 റുപ്യൻ്റെ മാക്സി വാങ്ങിയിട്ട് എന്നെ കണ്ണു പൊടി ഇടാൻ വേണ്ടി കൊടുന്നതാവേ. ഇവളെന്നെ നോക്കോടി, ഇവളെന്നെ നോക്കോളൂ. എനിക്ക് നല്ല അറിയാം. എൻ്റെ രണ്ടാമത്തെ മരുവോൾ എന്നെ നോക്കോളൂ. മൂത്ത മരുവോള് ഇവിടുന്ന് ഒന്ന് പോയി കിട്ടിയാൽ മതിച്ചിട്ടാ. കോട്ടേഴ്സൊക്കെങ്കിൽ കോട്ടേഴ്സൊക്കെ ഒന്ന് വേറെ പോയി കിട്ടിയാൽ മതിച്ചിട്ടാണ് ഞാൻ. എന്നായിക്കോട്ടെ. ഇല്ല മോളെ, ചായയൊക്കെ കുടിച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കേന്നേ. എന്താ പറയാന്. മൂത്തോളല്ലേ, അടുക്കള ഭരണം നോക്കിയിട്ട് കാര്യമില്ല. നമ്മളങ്ങോട്ട് ചെല്ലുമ്പോത്തിന് ചായ ചോറ് ആ സ്നേഹം കാണുമ്പോൾ തന്നെ ഒക്കെ അറിയാം അഭിനയാണ് എന്നുള്ളത്. ഓളെ സ്നേഹം കാണുമ്പോത്തിന് തന്നെ. പിന്നെ ഓളെന്നെ ഇവിടെ പണിയെടുക്കട്ടെ. ഓൾക്ക് ഇവിടെ വേറെന്താ പണിയുള്ളത്. പഠിപ്പും ഇല്ല, വിവരവും ഇല്ല. കെട്ടിക്കൊണ്ടിരുമ്പോ ഒരു നക്കാപ്പിച്ച പണ്ടിട്ട് വന്നിങ്ങാണ്ട് ഓള് ഇവിടെ ഇങ്ങനെ നെളിയ. ഞാൻ എത്ര പറയാതെ പറഞ്ഞിക്കണെന്ന് അറിയങ്ങളൊന്ന് കോട്ടേഴ്സൊക്കെ പോയിക്കോളി എന്നുള്ളത്. കേൾക്കണ്ട. എന്നാ ശരിയടി, ഞാൻ പിന്നെ വിളിക്കട്ടോ. ആയിക്കോട്ടെ. ഒരു ദിവസം ഇങ്ങോട്ട് വായേ. അല്ലെ ഞാൻ എൻ്റെ രണ്ടാമത്തെ മരുവോളെ കൂട്ടിയിട്ട് അങ്ങോട്ട് വരണ്ട ഒരു ദിവസം. എന്നാ ശരി. തമ്പുരാട്ടി എവിടെയാണാവോ, ഓളെന്താ കാട്ടണാണാവോ. ഇമ്മുട്ടിയെ എൻ്റെ തിരുമ്പാള ഡ്രസ്സ് ഇങ്ങോട്ട് എടുക്ക്. ഞാനതേ കുഞ്ഞോളെ കൊണ്ട് തിരുമ്പിച്ചോളാം. അത് വേണ്ടമ്മ, അത് ഞാൻ തന്നെ തിരുമ്പിക്കൊണ്ട്. ഇത്താനെ കൊണ്ട് തിരുമ്പിക്കണത് മോശമല്ലേ. അത് ഓള് തിരുമ്പിക്കണമെന്ന് വിചാരിച്ചങ്ങാണ്ടേ ഒന്നും വരാൻ പോണില്ല. ഇനിയിപ്പോൾ ഓള് തിരുമ്പിയാലേ ഓളെ കയ്യുമത്തെ വള ഊരി പോരണമെങ്കിലേ ഓളെ കയ്യുമ്മൽ ആദ്യം വള വേണ്ടേ. ഉള്ളത് മൊത്തം ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് ഇമ്മാൻ്റെ കുട്ടി അങ്ങോട്ട് എടുക്ക്, ഞാൻ ഓൾക്ക് കൊടുത്തോളാം തിരുമ്പാൻ. എന്നാലും വേണ്ടമ്മ, അതേ നല്ല കല്ലൊക്കെ ഉള്ള ചുരിദാറാണ്. അത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലേ അത് കേട് വരുള്ളൂ. പിന്നെ കല്ലുമേലിട്ടുങ്ങാണ്ട് വല്ലാതെ അടിച്ച് തിരുമ്പിയാലും അത് കേട് വരും. ഓളെ ബുദ്ധിമുട്ട് ഇവിടെ നോക്കി നിന്നുണ്ടെങ്കിലേ അതിനേ നമുക്ക് നേരം കാണുള്ളൂ. അല്ല ഇൻ്റാളിപ്പോൾ ഓളെ ബുദ്ധിമുട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. എടി ഓള് വാഷിംഗ് മെഷീനിൽ ഓളെ ഞാൻ തിരുമ്പാൻ സമ്മതിക്കൂല. കല്ലുമേലേ ഞാൻ തിരുമ്പിക്കുള്ളൂ. പിന്നെ ഓൾക്ക് ഇവിടെ ഇപ്പം എന്താ പണി. ഇൻ്റാളമാർക്കല്ലല്ലോ. ഇൻ്റാളമാർക്ക് ഒരു പഠിപ്പില്ല, വിവരമില്ല. എന്ത് പറഞ്ഞാലും കേട്ടോളും. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും ഓൾ ഇങ്ങോട്ട് തിരിച്ചൊന്നും പറയില്ല. ഓള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കദീസിൻ്റെ സ്വഭാവം ഓള് മനസ്സിലാക്കും. അതുകൊണ്ടേ ഇജാണ്ട് എടുക്ക്. അത് കൊട്ടയിലുണ്ട്. കൊട്ടയിലുണ്ടാ? എന്നാ ഞാൻ എടുത്തോണ്ട്. എന്നാൽ ഇത്താനെ കൊണ്ട് തിരുമ്പിക്കണ ഒരു മോശം. ഇനി പെൺകുട്ടി പറ ഇമ്മ മോശം, ഇമ്മ മോശം. എന്ത് മോശം? ഇതിലൊരു മോശം ഇല്ല. അനക്ക് വേണമെങ്കിലേ തിന്നാൻ വരെ ഓള് റൂമൊക്കെ കൊടുന്നു തരും. അത് ഞാൻ കൊണ്ടിരിക്കും. റൂമിൽ നിന്ന് പുറത്തിറങ്ങണ്ട. എന്നാലേ അന്നെ പോലെ ഒന്നല്ല. ഓളെ കാണുന്നമാർക്കൊന്നല്ല. ഉള്ളു തീരെ ശരിയില്ല.
ഇജി തന്നെ അങ്ങനല്ലല്ല. ഇജ് വന്ന മുതൽക്കേ ഇമ്മാനോട് എന്തോ ഒരു സ്നേഹത്തിലാണ് പെരുമാറ്റമൊക്കെ. അത് കണ്ടാ മതി. അത് എന്നും ഉണ്ടായാൽ മതി എൻ്റെ ആളിനോട്. ഞങ്ങളെ എപ്പോഴും എൻ്റെ സ്വന്തം ഉമ്മാനെ പോലെ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ഇന്നെ അങ്ങനെ തന്നെയല്ലേ കണ്ടിട്ടുള്ളൂ, സ്വന്തം മോളെ പോലെ. നേരായിട്ട് ഒരു വേർതിരിവ് ഇന്നെ കാണിച്ചിട്ടില്ല. ഇന്നൊരു പണി നിങ്ങൾ ഇവിടെ എടുപ്പിക്കണില്ല. എന്തിനാ പറഞ്ഞ ഒരു പാത്രം എടുത്തുകൊണ്ട് അങ്ങോട്ട് വരെ വെക്കാൻ സമ്മതിക്കണോളൂ. അങ്ങനെയല്ല, പുറത്തേക്ക് തന്നെ ഉള്ള ഒലിപ്പീര്, ഉള്ളില് വെറും എന്താ പറയല് കുറ്റും പോരുകയാണ്. ഇജിന്നോട് നല്ലപോലെ വർത്താനം പറഞ്ഞൊന്നും പറ്റുണ്ടാവില്ല. ചിലപ്പോ എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് എനിക്ക് ഇല്ലാത്ത പിത്തനൊക്കെ ഉണ്ടാക്കി തരും. എൻ്റെ ആളതൊന്നും കാര്യമാക്കരുത് കേട്ടോ. അതാണ് മുതല്. അതിന് എനിക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. എന്നാ ഞാൻ എടുത്തുകൊണ്ട് അവൾക്ക് തിരുമ്പാൻ കൊടുക്കട്ടെ. ഞാൻ അങ്ങനെ വിചാരിച്ച് നിൽക്കേന്ന് എങ്ങനെ ചുരിദാർ തിരുമ്പിപ്പിക്കുക എന്നുള്ളത്. സമാധാനായി. തള്ള പിന്നെ പണ്ടം കണ്ടിട്ടുള്ള ഇളക്കാണെന്നൊക്കെ നല്ല അറിയാം. നിങ്ങളെന്നെ നല്ലോ സ്നേഹിക്കുമ്പോളേ എനിക്ക് നല്ലോ സ്നേഹം അഭിനയിച്ച് നിങ്ങളെ കൂടെ നിൽക്കാൻ എനിക്ക് നല്ല അറിയാം. അതിൻ്റെ അമ്മ എന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. പണ്ടം കണ്ടിട്ടുള്ള സ്നേഹമാണ് തള്ളക്ക്. കുഞ്ഞോളെ, ചോറിനുള്ള വെള്ളം തീമട്ടാ. ഞാനേ അരി എടുത്തരാം. 2 നായി അരി വെച്ചാൽ മതി. പിന്നെ ഈ കടച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് കേടരുള്ളൂ. മേഘേ അത് തേങ്ങ അരച്ച് വറുത്തരച്ച് കറിയൊക്കെ ഇട്ടാ. വറുത്തരച്ചോണ്ടിട്ട് ഇനി വറുത്തരക്കാതിരിക്കണ്ട. ഞാൻ അരി എടുത്തരാ. പാത്രം കൊണ്ട് അതുമ്മ ഞാൻ ചോറൊക്കെ വെച്ച്, ചോറും കറിയൊക്കെ കഴിക്കണമ്മ. ഇതിപ്പോ നല്ല കഥ. എന്ന് മുതൽ എൻ്റെ ആളെ സ്വന്തമായിട്ട് കുടുംബം ഏറ്റെടുക്കാൻ തുടങ്ങിയത്? അല്ല, അറിയാൻ പാടി കഴിഞ്ഞിട്ട് ചോദിക്ക. പിന്നെ ഞാൻ എന്തിനെങ്ങനെ പന പോലെ ഈ പെരയില്? അന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അരി എടുത്ത് തരും, അതിനനുസരിച്ച് വെച്ചാ മതി എന്നുള്ളത്? അല്ല, ഇജ്ജ് കുടുംബം ഒന്നായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചാ? അന്റെ മാപ്പിള പറഞ്ഞതാ ഈ ഐഡിയ? അത് ഞാൻ എന്നെടുക്കണ പോലെ തന്നെ അരി എടുത്തിക്കണത്. ഇമ്മ എടുത്തറിനെ പോലെ തന്നെ എടുത്തതാണ്. മേം പണിയൊക്കെ കഴിഞ്ഞോട്ട് വെച്ചിട്ട് വെച്ചതാണ്. എന്ന് വെക്കണ അരി എടുത്താലും എന്നും ഒരേപോലെ എടുത്താലും ഞാൻ എടുത്ത് തരും. എന്നിട്ട് വെച്ചാൽ മതി ഇവിടെ അരി. പച്ചക്കറി ആയാലും തക്കാളി ആയാലും ഉള്ളി ആയാലും കണക്ക് എനിക്കറിയാം. മനസ്സിലായ? അത് ഞാൻ എടുത്ത് തരും. അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് ഇവിടെ വെക്കാൻ പറ്റൂല. എൻ്റെ ഇഷ്ടത്തിന് വെക്കാനേ എൻ്റെ പെരേന്ന് കൊടുന്നതല്ല സാധനങ്ങൾ. മനസ്സിലായ? എൻ്റെ മക്കൾ നയിച്ചു കൊണ്ടിരുന്നതാണ്. എൻ്റെ മാപ്പിളൊക്കെ തന്നെ ആവും. പക്ഷെ എൻ്റെ മകനാണ്, എൻ്റെ മകനായിട്ടാണ് എൻ്റെ മാപ്പിള അയക്കുന്നത്. അത് മനസ്സിലാക്കിക്കോ. പിന്നെ ഷെറിൻ്റെ ഉണ്ട് തിരുമ്പാന്. അവിടെ ഓളുണ്ടല്ല ബാക്കിൽ കൊട്ടയെ കൊണ്ടിട്ടിട്ട് അത് തിരുമ്പിട്ടാ. വാഷിംഗ് മെഷീനിൽ ഇടണ്ട. കല്ലൊക്കെ ഉള്ള ചുരിദാറാണ്. വാഷിംഗ് മെഷീനിലൊന്നും ഇടണ്ട. പതുക്കെ നല്ല ഒരക്കും വേണ്ട. അങ്ങനെ കയ്യിൽ സോപ്പ് ഇട്ടുകാണ്ട് അങ്ങനെ ആക്കിയാണ്ട് തിരുമ്പിമ്മ. ഓളെ ഡ്രസ്സ് ഓൾക്ക് തിരുമ്പിക്കൂടെ? ഞാൻ തന്നെ തിരുമ്പണ? എല്ലാ ഓളെ ഡ്രസ്സ് തിരുമ്പിക്കണം വിചാരിച്ചാണ്ട് എൻ്റെ കയ്യുമത്തിയും കാലുമത്തിയും വള ഊരി പോരുവോ? അല്ല, അറിയാൻ പാടി കഴിഞ്ഞിട്ട് ചോദിക്കാണേ. വള ഉണ്ടായിന്? സ്വർണ്ണ ആണാ? സ്വർണ്ണല്ലല്ലേ? അതൊക്കെ പിന്നെ പോയല്ല. എൻ്റെ അടുത്തും പണ്ടുണ്ടായിരുന്നല്ലോ. അവന്റെ കല്യാണത്തിനല്ലേ ചെലവാക്കിയത്. അത് ഉമ്മാക്ക് അറിയണ തന്നെയല്ലേ. ഇന്നിക്കും തന്നെയല്ലേ കൊണ്ടുപോയിട്ട് അത് പണയം വെച്ചത്. കല്യാണത്തിന് പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട്. ഇമ്മ അതൊക്കെ എത്ര പെട്ടെന്ന് മറന്നോ? പിന്നെ ഗ്യാരണ്ടി പണ്ടോ അത് ഇമ്മന്നലൊക്കെ വാങ്ങി തന്നത്. കല്യാണത്തിന് കൊടുത്താലേ എൻ്റെ അടുത്ത് ഇപ്പം ഉള്ളത് ഗ്യാരണ്ടി അല്ലേ? സ്വർണ്ണൊന്നും ഇല്ലല്ല. എന്നോടുള്ള ദേഷ്യം ഓളോടുള്ള ദേഷ്യം ആ ചുരിദാർ വെച്ച് ഒതുക്കരുത്. എന്നാ എനക്കിൻ്റെ അടുത്ത് നല്ലോണം കിട്ടും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇമ്മ അവളെ ഡ്രസ്സും കൂടി ഞാൻ തിരുമ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവളെ വേലക്കാരത്തിൻ്റെ പോലെ തന്നെയല്ലേ ഇപ്പൊ ഞാൻ. ഇജ് ഇവിടുത്തെ വേലക്കാരത്തി തന്നെ. ഞാൻ എന്നെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ എന്നോട് എന്ന് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ വെച്ചാന്നുണ്ടെങ്കിൽ ഇജ് പൊയ്ക്കപ്പെടുന്നുള്ളത് ഒരു കോട്ടേജിക്ക് പറഞ്ഞേ. എന്താ ഇജ് കേൾക്കാത്തത്? വാടക കൊടുക്കേണ്ടി വരുമല്ലോ, പൈസ വേണമല്ലേ? ഇവള് ഇവിടെ വന്ന് കേറി അന്ന് മുതൽ ഞാൻ തുറത്തിയാലടി എന്നോട് പറിച്ചില്ല ഇജ് പൊയ്ക്കോ പറയും. മരക്കൾ ഇന്നെ നോക്കും. മരക്കൾ ഇജ് ഇന്നെ നോക്കണ്ടടി. ഇന്നെ നോക്കാൻ ഓളുണ്ട്. ഓള് നല്ല സുഖത്തിൽ ഇന്നെ നോക്കും. നല്ല പണ്ടും പൈസ ഒക്കെ ഓളെടുത്തുണ്ട്. അതിൻ്റെ പുറമെ നല്ലപോലെ എന്നെ നോക്കിക്കോൾ. മനസ്സിലായി? ഇജ് എന്നെ നോക്കണ്ട. ഇജ് വേഗം പറഞ്ഞത് കേൾക്ക്. ഓളിങ്ങനെ പറയാൻ നിൽക്കാണ്. പിന്നെ ഇഞ്ഞെങ്ങാനും ഇന്നോട് പറയാതെ ഇവിടെ അരി സ്വന്തം ഇഷ്ടത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പെരേന്നൊന്നും ഇവിടെ സാധനങ്ങൾ കൊണ്ടിട്ടില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട. മുട്ടുംകാലൊക്കെ വേദനിച്ചിട്ട് വെച്ച കുഞ്ഞോളെ. തൈലെവിടെയാണ് ഇജ്ജ് വെച്ചിക്കണത്?
എന്താ കുട്ടിയെ ഇജ് ഇങ്ങനെ ആലോചിച്ചിരിക്കണേ? ഒരു സാധനം ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയണത് ഇജ് കേൾക്കണില്ലേ? ഇജ് എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കണേ? ഒന്നുമില്ല വല്യമ്മ, ഞാൻ ഇമ്മ പറഞ്ഞൊക്കെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കേ. എൻ്റെ അത് കാര്യാക്കണ്ട. എൻ്റെ അമ്മായിമാക്കേ തലക്ക് വെളിയില്ല, അതാണ് എൻ്റെ അമ്മായിമ്മ ഇങ്ങനൊക്കെ പ്രവർത്തിക്കണത്. നല്ലൊരു അമ്മായിമ്മ എന്നുണ്ടെങ്കിലേ ഇങ്ങനെ പ്രവർത്തിക്കൂല. ഇപ്പൊ കുഞ്ഞോന്റെ കല്യാണം കഴിഞ്ഞേ മുതൽക്ക് അവള് ഇവിടെ കെട്ടിക്കൊടുന്നേ മുതൽക്ക് ഇമ്മനിട്ടുങ്ങാണ്ട് ഒരു വേലക്കാരത്തിനെ പോലെയാണ് കാണുന്നത്. ഇന്ന് മുന്നമ്മക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം പോലും ഇപ്പൊ ഇല്ല വല്യമ്മ. എന്തൊക്കെയാ പറയണെന്നറിയാം. ഇന്നിപ്പോ പറയാ അവളെ ഡ്രസ്സും കൂടി എന്നോട് തിരുമ്പാൻ. ഞാൻ ഇപ്പൊ പറഞ്ഞ ഒന്നും ഓള് എടുക്കൂല. ഈ കിളവി ആയില്ലേ, പിന്നെ ഇപ്പൊ ഞമ്മള് പറഞ്ഞ വാക്കിനൊക്കെ എന്താ വില? ഇന്നല്ലെങ്കിൽ നാളെ ആ പെൺകുട്ടിൻ്റെ അടുത്ത് ഓൾക്ക് കിട്ടുമ്പോൾ മനസ്സിലാക്കും. ഇമ്മനെ പറഞ്ഞിനോട് ചെറു വേലക്കാരത്തി തന്നെയാണ് എന്നുള്ളത്. അതിന് മാത്രം എന്ത് തെറ്റ വല്യമ്മ ഞാൻ ചെയ്തിക്കണം? സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ആരാ വല്യമ്മ? ഈ കഥ മനസ്സിലാവാത്തത് ഇവിടുത്തെ ആരാണ്? ഇവിടുത്തെ മകന്റെ പെണ്ണുങ്ങളോ അത് വേലക്കാരിക്കോ? ഈ കഥാണ് മനസ്സിലാവാത്തത്. ഇമ്മനോട് പറയാ കോട്ടേഴ്സൊക്കെ പോയിക്കൂടെയാണ്. ഇക്കാനോട് പറയുമ്പോ ഇക്ക പറയൽ എന്താന്നറിയും വല്യമ്മക്ക്? ഇമ്മ അന്തല്ലാതെ ഓരോന്ന് പറയാണ്. അത് കുറെ കഴിഞ്ഞ് ഉമ്മാക്ക് തന്നെ മനസ്സിലാവും. നല്ലത് ഏതാ ചീത്തത് ഏതാന്നുള്ളത് ഉമ്മാക്ക് തന്നെ മനസ്സിലാവുന്നു. അതുവരെ ക്ഷമിക്കും. എത്ര കാലം വരെ? അവരെ പോലൊന്നും എനിക്ക് പണ്ടും ഇല്ല. ഞങ്ങളെ വീട്ടുകാർക്ക് തരാനുള്ള വകയില്ല. അവളമ്മക്ക് ഇടക്കും തലക്കും സാധനങ്ങൾ കൊണ്ടുവരുന്നമായിരിക്കെ ഞങ്ങൾക്ക് അങ്ങനെ കൊണ്ടുവരാനുള്ള വകയില്ല. വല്യമ്മക്ക് അറിയണല്ലേ. എന്നാലും എൻ്റെ ഉള്ള പണ്ടം കൊണ്ടാണ് ഞാൻ അവന്റെ കല്യാണത്തിന് ഞാൻ ഊരി കൊടുത്തത്. ഇപ്പം എന്നെ കളിയാക്കാണ് ഗ്യാരണ്ടി പണ്ട് ഇട്ടോളേന്ന് പറഞ്ഞുകൊണ്ട്. സാരയ്യ, ഇൻ്റെ വിഷമിക്കണ്ട. ഇടക്കും തലക്കൊക്കെ ആ പെൺകുട്ടിന്റെ ഉമ്മാനോടെ ഫോൺ വിളിക്കണത് ഞാൻ കേൾക്കലുണ്ട്. ഇവിടുത്തെ ഉമ്മാനെ പറ്റിക്കാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ പെൺകുട്ടിന്റെ ഫോൺ വിളിയെ ഞാൻ എൻ്റെ അമ്മായിമാക്ക് കാണിച്ചു കൊടുക്കും. അപ്പോഴേ ഓൾക്ക് മനസ്സിലാവുള്ളൂ നേരെ ഏതാ പൊള്ള ഏതാന്നുള്ളത്. അല്ലാതെ എൻ്റെ അമ്മായിമ്മ പഠിക്കണ ലക്ഷണം കാണുന്നില്ല. എൻ്റെ മാപ്പിള പറഞ്ഞമാർക്കേ അന്തയ്യാത്തൊരു പലേതും പറയും. ഇത് അത്ര കരുതിയാ മതി. ഇൻ്റെ വിഷമിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ കള്ളത്തരും പൊളിയും ട്ടാ. അത്രയും എൻ്റെ കുട്ടി മനസ്സിലാക്കിയാ മതി. എന്തായാലേ ഇൻ്റെ അതൊന്നും കാര്യാക്കണ്ട, മനസ്സിലായ? ഞാൻ ഏതായാലും പോയിട്ട് കുറച്ചേരം കെടുക്കട്ടെ വല്യമ്മ. ഇൻ്റെ ഇനി അത് ആലോചിക്കാണ്ടേ ഇങ്ങനെ വിഷമിച്ചിരിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഒക്കെ ഓൾക്ക് മനസ്സിലാവും. ചിലപ്പോ ഇന്നെ മനസ്സിലാക്കി കൂടായില്ല. ആ പെൺകുട്ടി ഫോൺ വിളിക്കണത് ഫുള്ള് ഞാൻ കേൾക്കലുണ്ട്. ഒളിഞ്ഞു നിന്ന് കേൾക്കല്ലോ. ആ പെൺകുട്ടിയെ പതുക്കെ നിന്ന് വർത്താനം പറഞ്ഞാലേ വാതുക്കൊക്കെ കേൾക്കും. ഞാൻ എൻ്റെ അമ്മായിമ്മ കേട്ടിട്ട് കേൾക്കാത്ത പോലെ അഭിനയിക്കാണോന്നും പറയാൻ പറ്റൂല. അപ്പൊ പിന്നെ എൻ്റെ അമ്മായിമ്മ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂല. എന്തായാലേ ഇന്റെ കുട്ടി വിഷമിക്കണ്ട. ഞാൻ കുറച്ചേരെ പോയി കെടുക്കട്ടെ. ഇനി അതിങ്ങനെ ആലോചിച്ചിരിക്കണ്ട എൻ്റെ കുട്ടി, മനസ്സിലായ? ചെത് കുളിക്കാൻ നോക്ക്. ഓ, തമ്പുരാട്ടി കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് തോന്നിയ പോലെ ഉണ്ടാക്കി വെച്ചിങ്ങാണ്ട് കുളിച്ച് അവത്ത് എറിയിക്കണ തോന്നുന്നു. നോക്കട്ടെ എരുണ്ടോ പുളിയുണ്ടോ എന്താന്നുള്ളത്. വിളിച്ചിട്ട് ചെയ്യാ തോന്നണല്ലോ. തിരുമ്പിങ്ങാണ്ടല്ല അങ്ങോട്ട് കയറി ഉമ്മാനായിട്ട് വർത്താനം പറഞ്ഞിരുന്നല്ലോ. കൊടുക്കേ പോയാണോ? അത് എരിഞ്ഞിട്ട് തൊള്ളേക്ക് വെക്കാൻ വെച്ച എങ്ങനെയാ ഇപ്പൊ ഞാൻ ആ പെൺകുട്ടിക്ക് കൊടുക്കുക? ചോ ഓളോട് ഞാൻ എത്ര പറഞ്ഞിക്കണ് കറി ഇങ്ങനെ ഇടരുത് എന്നുള്ളത്. എന്താ ഇപ്പൊ ഇതിനെ കൊണ്ട് കാട്ടലിറക്ക? ഹേയ്, ഇപ്പൊ ആരോടുള്ള ദേഷ്യത്തിനാണ് അവ ഇങ്ങനൊക്കെ ചെയ്യണത്? എരിഞ്ഞിട്ട് പൊന്നോ തൊള്ളേക്ക് വെക്കാൻ വെച്ച ഇനി എന്താ ഇപ്പൊ ഈ കറി കാട്ടല്? ഇവിടെ വരറ്റ ഓള് വയറടച്ച് മുണുങ്ങോള്. ഇനി എന്ത് പേരുണ്ടായാലും കുഴപ്പമില്ല. ആ പെൺകുട്ടിക്ക് ഞാൻ കൊടുക്കണ്ടേ? എല്ലാ കുട്ടിയെ എൻ്റെ അല്ലാണ്ട് രണ്ടാമത്തെ മരുവോള് ഇങ്ങനെ വിളിച്ചിരുന്നത് എന്തമ്മ? എന്തിനാന്നൊന്നും അറിയില്ല, ഇങ്ങനെ കിടന്ന് വിളിക്കണ്ട്.
ഇമ്മ ഇമ്മാന്ന് കൊറേ നേരായി, ഒന്ന് പോയോക്ക്. എന്തെങ്കിലും കാര്യപ്പെട്ടതിനാവും വിളിക്കണത്. ഞാൻ ചെല്ല്. ഞാൻ ഇപ്പൊ വരാം. ഞാനേ ഓൾക്ക് കറി ഒന്ന് ചൂടാക്കട്ടെ, ചോറ് വിളമ്പി കൊടുക്കാനേന്ന് ഓൾക്ക്. ഞാനോട് വരാം. ഞാൻ ചെല്ല്. ആവോ എന്ത് തരാനാണാവോ, ചെയിനോ നെക്ലേസോ അങ്ങനെ എന്തെങ്കിലും ആവും. ഓളടുത്ത് 2 നെക്ലേസ് ഉണ്ട്, അതിൽ ഒന്നൊക്കെ തരാനാവും. എന്തായാലും പോയോക്കട്ടെ. ഇക്കിവിടെ നല്ല സുഖല്ലമ്മ, നല്ല സുഖം എന്ന് വെച്ചാൽ നല്ല സുഖം തന്നെ പറയാ. അമ്മട്ട അഭിനയല്ലേ ഞാൻ ഇവിടെ കാഴ്ച വെക്കണത്. ഇവിടുത്തെ തള്ളന്റെ വിചാരം എന്താണെന്നറിയോ, തള്ളനെ ഞാൻ നല്ലോ സ്നേഹിക്കുന്നുണ്ടെന്നാണ്. തള്ളപ്പേ എൻ്റെ പണ്ടേ നമ്മളെ മുതലും കണ്ടിട്ടുള്ള സ്നേഹമാണ്. തള്ളനെ ഞാൻ സ്നേഹിക്കണ്. ഇത്താനോട് എന്നെ പറ്റിയാണ്ട് പൊക്കി പറയുമ്പോ തന്നെ എനിക്ക് ചിറി വരും. തള്ളക്കറിയില്ലല്ലോ ഞാൻ അഭിനയിക്കാന്ന്. ചെറിയ ഏജ് എന്താ വിളിച്ചുമ്മാനെ. തള്ളന്റെ പണ്ടം കണ്ടുള്ള അഭിനയാണമ്മ. എന്തൊക്കെയാണ് ഇത്താനെ പറയാ ചേട്ടാ. ഞാൻ രാവിലെ ഒരു ചുരിദാർ ഉണ്ടായിരുന്നു നിന്റെ തിരുമ്പാനിട്ടാ. ഞങ്ങനെ മടിച്ചു നിക്കേന്ന്, എങ്ങനെയിപ്പൊ തിരുമ്പുക. താനോട് പറയുമ്പോ മോശല്ലേ തങ്ങളൊന്ന് തിരുമ്പി തരീന്ന് പറയുമ്പോൾ വന്ന് കയറുമ്പോ തന്നെ നമ്മള് സ്വഭാവം കണ്ട് കിടക്കണ്ടല്ലോ. അപ്പൊ ദാ മുന്നിൽ വന്നിക്കണ് അമ്മായിമ്മ. വന്ന് നിന്നിട്ട് പറയാണ്, ആ ചുരിദാറും കണ്ട് എടുക്കാൻ്റെ തിരുമ്പാനുള്ള ഡ്രസ്സൊക്കെ കണ്ട് എടുക്കുക, അവളെ കൊണ്ട് തിരുമ്പിക്കാൻ. എനിക്ക് നല്ല സുഖം. എന്നോട് പറയാണ് റൂമൊക്കെ ഭക്ഷണം വരെ കൊടുന്നേരാന്ന്. തള്ള പറയാണ് ഒരു വെടക്ക് സാധനാണ്. ഇന്നിപ്പോ ഇത്താനെ കാട്ടുന്നതേ നാളെ നമ്മളെ മുതലൊന്നും ഇല്ലാതാകുമ്പോളേ ഇന്നെ കാട്ടില്ലാന്നേ വലിയ ഉറപ്പൊന്നുമില്ല. അത് ഉമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിക്കുള്ളൂ. അതങ്ങനെ തന്നെ ഞാൻ നിക്കുള്ളൂ, അതിന്റെ അപ്പുറം ഒന്നും ഞാൻ നിക്കൂല. ഇമ്മ എപ്പോഴാ വന്നത്? ഇമ്മ ഞാൻ അങ്ങോട്ട് വിളിക്കട്ടാ. ഞാൻ ഇവിടെ വന്ന് നിന്നതോണ്ടേ എൻ്റെ സ്വഭാവമൊക്കെ മനസ്സിലാവാനായടി. ജാള് തിരക്കടിയല്ല, ഈ അന്നെയാണ് ഞാൻ ഈ വക്കാലത്ത് ചെയ്ത് നിന്നീന്നത്. അതും ഞാൻ മൂത്തോളെ ഞാൻ എന്തൊക്കെ പറഞ്ഞ് അന്നെ വക്കാലത്തും ചെയ്തെങ്ങാണ്ട്. അപ്പൊ ഇജ് നാടകം കളിക്കായിരുന്നില്ലേ? ഇജ് എന്താ പറഞ്ഞത്? ആ തള്ള ഒരു പൊട്ടത്തിയാണെന്ന്. അതെന്നെടി, ഞാൻ പൊട്ടത്തി തന്നെയാണ്. ഞാനേ നല്ല പൊട്ടത്തിയായി. എൻ്റെ ആ അഭിനയ സ്നേഹം കണ്ടപ്പോഴേ ഞാൻ നല്ലോ പൊട്ടത്തിയായി. ഇജൊന്നും നല്ല തുടത്തിയതല്ലല്ലോ, കെട്ടിക്കൊടുന്നപ്പോ തുടത്തിയതല്ലേ. ഇമ്മ കേട്ടില്ലേ ഞാൻ പൊട്ടത്തിയാണ് എന്ന്? കേട്ടില്ലേ നിങ്ങള്? ഇതേ എൻ്റെ ചെവിയാലെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെറുതെ എന്നെ വിളിച്ചോടുന്നത്. എന്നെ ശരി വിളിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട്. ഇപ്പൊ കേട്ടില്ല എനിക്ക്? ഇപ്പൊ മനസ്സിലായില്ലേ എൻ്റെ മര്യാദ തനി കോണം? എനിക്ക് ഇതല്ല, ഇതിന്റെ അപ്പുറം കിട്ടണ്ടീന്ന്. ഇന്നാ ഞാൻ സന്തോഷിച്ചിന്ന്. എന്താന്നറിയോ, കുറച്ചൊന്നല്ലേ ചൈനിട്ട് കണ്ടേ ഇടങ്ങറാക്കിയിരിക്കണത്. അപ്പൊ ഇതല്ല, ഇതിന്റെ അപ്പുറം എനിക്ക് കിട്ടണ്ടീന്ന്. അനുഭവിച്ചോ? നല്ലോ അനുഭവിച്ചോ? ഇപ്പൊ സമാധാനായില്ലേ? സ്നേഹത്തിന്റെ നിറകുടമായ മര്യോളല്ലേ കിട്ടിയില്ലേ? അനുഭവിക്കുജി. ഇക്കറിയില്ലല്ലമ്മ ഈ പെൺകുട്ടിനെ പറഞ്ഞ് കബളിപ്പിക്കുക എന്നുള്ളത്. പല ആയിട്ട് സ്വഭാവം ഞാനേ ഈ കാലത്തിന്റെ ഇടക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും സ്നേഹിച്ചുകാണ്ട് കഴുത്ത് നെരിച്ച് കൊല്ലുകയെന്നറിയില്ലേ? അതാണ് ഇപ്പൊ ഇവള് ഇവിടെ ചെയ്തത്. എനിക്കറിയില്ലല്ലോ ഇവള് അഭിനയിക്കുകയാണെന്നുള്ളത്. ഇവരൊക്കെ വലിയ പണവും പത്രാസുള്ളൊക്കെ ആൾക്കാരാണ്. ഈ പണവും പത്രാസുള്ള ആൾക്കാരെ ഇങ്ങനൊക്കെ ഈ പാവപ്പെട്ട ആൾക്കാരെ കണ്ണു പൊടിയിട്ടുകാണ്ട് ഇങ്ങനത്തെ ഒക്കെ കാട്ടുന്നുള്ളത് എനിക്കറിയില്ലല്ലോ അമ്മ. അറിഞ്ഞാലല്ലേ. എന്നോടല്ലതൊന്നും പറയേണ്ടത്. അവിടെ അടുക്കളയിലുണ്ടോന്ന് ഇരിക്കണ്. ഇജ്ജ് കറിയിലെന്താ എരു കൂടിന്ന് അങ്ങനെ എന്തോന്ന് പറഞ്ഞില്ലേ? അത് നേരാക്കുണ്ട് തോന്നുന്നു ആ അടുക്കളയില്. അതിനോട് ചെന്ന് പറയിച്ചി, അതിനോട് പുറത്തരാൻ പറയണച്ചി. മനസ്സിലായ? ഇന്നാലെ എന്റെ പാപം പൊറുക്കുള്ളൂ. അല്ലെങ്കിലേ ഇൻ്റാളെ പാപം പൊറുക്കൂല. ഈ കിളവിയാണ് പറഞ്ഞത്. അത്രക്ക് ചൈനിട്ടുകാണ്ട് ദ്രോഹിച്ചിട്ടുണ്ട്. നന്നായിക്കണ് എൻ്റെ കുട്ടി ചെയ്തത്. എന്നാലും ഇങ്ങനെ നാരി സ്നേഹം കൊടുത്ത് പറ്റിക്കരുത് കേട്ടോ. അത്രേ പറയാനുള്ളൂ. അല്ലെങ്കിൽ തെറ്റിൻ്റെ അടുത്താണ്. ഇതൊക്കെ കാണിച്ചു തന്നതേ പടച്ചോനാണ്. പോയ പക്ഷെ ആകെ നാണം കെട്ട്. ഞാനിപ്പോൾ ഇത്താൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? ഇക്ക വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണോ തള്ള? പോട്ടെ, തള്ളൻ്റെ കളിൻ്റെ അടുത്ത് നടക്കൂല.
കുഞ്ഞോളെ ഇജ്ജ് ഉമ്മാനോട് പൊറുക്ക്. ഇമ്മാക്ക് അറിയില്ലായിന്ന് ആ പെൺകുട്ടി ഉമ്മാനെ സ്നേഹം തന്നിങ്ങോട്ട് പറ്റിക്കുക നിങ്ങൾ. ഇമ്മ എന്തൊക്കെയോ ചിന്തിച്ച് ഇമ്മാൻ്റെ സാമർത്ഥ്യമാണൊക്കെ കുറച്ച് പണ്ടം കണ്ടപ്പോഴേ ഇമ്മ അതിൽ ലയിച്ചു പോയതാണ്. എനിക്കതിന് കുഴപ്പമില്ല അമ്മ. ഇമ്മ പിന്നെ 2 അടി അടിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, കയ്യിലൊന്നും കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഉമ്മ എന്നെ ചീത്ത പറഞ്ഞ പോലെ തന്നെ ഞാൻ കരുതിയിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്കുള്ള സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ വീട്ടുകാരെ പറയുമ്പോഴാണ്. പിന്നെ നമ്മൾ ഈ ചെയ്യാത്ത കാരണത്തിന് ഓരോന്ന് പറയുമ്പോഴും പിന്നെ അവളെ വേലക്കാരിയായിട്ടൊക്കെ നിൽക്കണം എന്ന് പറയുമ്പോൾ അത് ആർക്കാരും സങ്കടം ഉണ്ടാവില്ല. അത്ര തന്നെ ഉള്ളു ഉമ്മ. അല്ലാതെ എനിക്ക് ഉമ്മാനോടൊരു ദേഷ്യമില്ല. എൻ്റെ ആൾക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ പറ്റണത്? ഇത്രയും ഉമ്മ എന്നെ ദ്രോഹിച്ചു, എന്നിട്ട് ഒരു തരിമ്പ് ദേഷ്യം പോലും ഉമ്മാനോടില്ല എന്ന് പറഞ്ഞാലേ കുട്ടിയെ അന്നെക്കൊണ്ടിന് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. എന്നോട് പൊറുക്കജി. ഈ ഇമ്മ വിവരമില്ലാതെ എന്തൊക്കെയോ കാട്ടി. ഇത് അത്ര ചിന്തിച്ചാൽ മതി. അത്ര എന്നോട് പറയാൻ പറ്റുള്ളൂ. മക്കളെ പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ അഭിനയിച്ചിങ്ങാണ്ട് ചെയ്യുന്നു പറഞ്ഞാലേ സങ്കടം സഹിക്കണ ഈ അമ്മക്ക്. കാരണം എന്തോ നെഞ്ഞത്തൊരടി കിട്ടണം, കിട്ടും വേണം. എല്ലാത്തിനുള്ളതേ പടച്ചോൻ തന്നതാണ്. ഞാൻ അത്രയോളം സ്നേഹിച്ച്. അതിലും വലിയ സങ്കടം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓളൊപ്പം നിന്നുങ്ങാണ്ട് എന്തൊക്കെയാ ഞാൻ എൻ്റെ ആളെ പറഞ്ഞ് കഥ ഒരു സങ്കടം, വേറെ ഒന്നുമല്ല. അത് പോട്ടമ്മ, അത് വീടിങ്ങൾ അതിന് ചൊല്ലിങ്ങാണ്ട് വിഷമിക്കണ്ട. നിങ്ങൾക്ക് പ്രഷറും പ്രമേഹവും ഒക്കെ ഉള്ളതാണ്. വെറുതെ അതിനെ ചൊല്ലിങ്ങാണ്ട് ഓരോ വിഷമം ഉണ്ടാക്കണ്ട. അത് അവളുടെ സ്വഭാവമാണ്. ഞാൻ അതിനനുസരിച്ച് ഉമ്മ അത് പെരുമാറിയാൽ മതിയല്ല. എന്തായാലും അവൾ ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്താണ് ഉമ്മ. അതൊന്നും ഉമ്മ കാര്യമാക്കണ്ട. അവൾ ചെറിയ പെൺകുട്ടിയല്ലേ, ആ ഒരു ബുദ്ധി ഇല്ലാത്ത രീതിയിൽ ചെയ്തതാണ്. അങ്ങനെ കരുതിയാൽ മതി, അല്ലാതെ ഉമ്മ കാര്യമാക്കാൻ നിൽക്കണ്ട. തലയിലേ ചെയ്ത്താൻ കൂടി ഉമ്മാൻ്റെത്, അത് ഇറങ്ങിയും ചെയ്ത് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല.